കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റുകളും LDFന് ലഭിക്കും എന്നാണ് CPIഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി M മെഹബൂബ് 24നോട് പ്രതികരിച്ചത്. ബേപ്പൂരിലെ സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസിനായിരിക്കും ജില്ലയിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ട്രോങ് റൂം വിവാദം UDF അനാവശ്യമായി ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ വർദ്ധിപ്പിച്ച് മൂന്നാം തവണയും LDF അധികാരത്തിൽ വരുമെന്നും മെഹബൂബ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി 4 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കോഴിക്കോട് CPIഎമ്മിന്റെ അവസാന ഘട്ടത്തിൽ പ്രതീക്ഷകൾ പങ്കുവെക്കാൻ വേണ്ടി CPIഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള M മെഹബൂബാണ് 24നോടൊപ്പം ചേരുന്നത്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്, 4 ദിവസങ്ങൾ മാത്രം. അപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ എന്തൊക്കെയാണ് CPIഎമ്മിന്റെ പ്രതീക്ഷ? ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. വോട്ടർമാരുടെ പ്രതികരണവും അതിനുശേഷമുള്ള പ്രതികരണവും ഞങ്ങൾക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള നിയമസഭയിൽ മൂന്നാം LDF സർക്കാരിന് വലിയ പങ്കാളിത്തം വഹിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. കഴിഞ്ഞ തവണ 11 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ അത് നിലനിർത്തുമോ അല്ലെങ്കിൽ കൂടുതൽ നേടുവോ കുറയോ, എന്താണ് ഒരു വിലയിരുത്തൽ? 11 സീറ്റ് പൂർണ്ണമായിട്ടും ഞങ്ങൾ നിലനിർത്തും. ബാക്കി 2 സീറ്റിൻ്റെ മുകളിലും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ബേപ്പൂരും പേരാമ്പ്രയായിരുന്നു പ്രധാനമായും ഒരു സ്റ്റാർ മണ്ഡലങ്ങളായി നിന്നത്. കാരണം ബേപ്പൂർ സംബന്ധിച്ചാണെങ്കിൽ അൻവറിൻ്റെ പ്രവേശനം, അതേപോലെ പേരാമ്പ്രയിലാണെങ്കിൽ ഇപ്പം തഹലിയ, ആ വിഷയമെല്ലാം വളരെ ചർച്ച ചെയ്യപ്പെട്ടു. അവിടെ എങ്ങനെയായിരിക്കും ഒരു മത്സരം? കോഴിക്കോട് ജില്ലയിലെ LDFൻ്റെ സ്ഥാനാർത്ഥി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിക്കുന്നത് സഖാവ് മുഹമ്മദ് റിയാസ് ആയിരിക്കും. അതിലൊരു സംശയമില്ല. പേരാമ്പ്ര ഞങ്ങളുടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ് മത്സരിക്കുന്നത്. സഖാവ് TP രാമകൃഷ്ണനും നല്ല ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കും. അതിലൊരു സംശയത്തിൻ്റെ ആ പ്രശ്നമില്ല. ഈ ഫലം അറിയാനുള്ള അവസാന നിമിഷങ്ങളാകുമ്പം ഈ സ്ട്രോങ് റൂം വിവാദം ഉയർന്നിട്ടുണ്ട്. അത് UDF വളരെയധികം ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. സ്ട്രോങ് റൂം വിവാദം എങ്ങനെ ഉണ്ടായതാ? സ്ട്രോങ് റൂം വിവാദത്തെപ്പറ്റി നിങ്ങൾ UDF നേതാക്കന്മാരെ ഇൻ്റർവ്യൂ ചെയ്യൂ. ഒരു അനാവശ്യമായിട്ടുള്ളൊരു വിവാദം ഉണ്ടാക്കിയതല്ലേ സ്ട്രോങ് റൂം വിവാദം. സ്ട്രോങ് റൂം തൊട്ടിട്ടുണ്ടോ? സ്ട്രോങ് റൂമിന് ഏപ്രിൽ 9 ഇട്ട സീലിനപ്പുറത്ത് ഒരു സീല് പൊളിഞ്ഞിട്ടുള്ള. അവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ റൂമാണ്. ആ മെറ്റീരിയൽ റൂം തുറക്കുമ്പോഴും സ്ഥാനാർത്ഥിയോട് പറയുകയും സ്ഥാനാർത്ഥിയും ഭർത്താവും അവിടെ വന്ന് സ്ഥാനാർത്ഥിയുടെ ഭർത്താവിന് മുമ്പിലാണ് മെറ്റീരിയൽ റൂം തുറന്നത്. ആ പ്രചരണം അവരുണ്ടാക്കിയിരിക്കുന്ന കോലാഹലവും വസ്തുതക്ക് നിരക്കാത്തതുമാണെന്ന ധാരണയിൽ എളിഭ്യരായി തിരിച്ചു പോവുകയല്ലേ ചെയ്തത് UDF നേതാക്കൾ. കോഴിക്കോടും അതോടൊപ്പം തന്നെ കേരളത്തിലും LDF വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നതാണ് M മെഹബൂബ് പറയുന്നത്. ക്യാമറാമാൻ ജയൻ കല്ലാശ്ശേരിക്കൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.